നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ FC ബാഴ്സലോണയും ബെൻഫിക്കയും തമ്മിലുള്ള മത്സരം നമുക്കിവിടെ രാത്രി 11:15 അതായത് നേരത്തെയാണ് കിക്ക് ഓഫ് എന്നർത്ഥം. രാത്രി 1:30 മത്സരങ്ങളുമുണ്ട്. എല്ലാ ചാമ്പ്യൻസ് ലീഗ് മാച്ച് വീക്കിൽ ഇപ്പോൾ 11:15 ഒരു മത്സരം ഉണ്ടല്ലോ. അപ്പോൾ ഇത്തവണത്തെ ബെൻഫിക്ക വേഴ്സസ് ബാഴ്സലോണ മത്സരം 11:15 രാത്രി 11:15 എന്ന് പറയുമ്പോൾ ബാഴ്സലോണയിൽ അത് സൺസെറ്റിന് തൊട്ട് മുമ്പാണ്. അത് കഴിഞ്ഞ് മത്സരം ആരംഭിച്ചൊരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴാണ് സൺസെറ്റ് ഉണ്ടാവുക. അപ്പോഴാണ് നോമ്പ് തുറക്കാനുള്ള സമയം. അപ്പോൾ ഇന്ന് ലാമിൻ യമാലിൻ്റെയും അതുപോലെ മറ്റ് ചില താരങ്ങൾ, ബെൻഫിക്കയുടെ ടീമിലുള്ള ഇസ്ലാം മതം ഫോളോ ചെയ്യുന്ന കുറച്ച് താരങ്ങളുണ്ട്, അവരുടെയും ഒക്കെ നോമ്പ് തുറ കളിക്കിടയിലായിരിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. മാർക്ക വിശദമായിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, മറ്റ് മാധ്യമങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗ്ലോബോ ഓരോ താരങ്ങളുടെ പേര് ലിസ്റ്റ് അടക്കം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 തരത്തിലുള്ള 2 ഘട്ടങ്ങളിലായിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാനാണ് 2 ടീമുകളും ചേർന്ന് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ വലിയ അത്ഭുതമൊന്നുമല്ല. നമുക്കറിയാം, ISL അങ്ങനെ താരങ്ങൾ കളിക്കിടയിൽ നോമ്പ് തുറക്കുന്ന വീഡിയോയും മറ്റുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, കളി കാണുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ അതിനുവേണ്ടി താരങ്ങൾക്ക് അവസരം കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ തന്നെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇതാ ഈ മത്സരത്തിനിടക്ക് ബ്രേക്ക് വരികയാണ്. കഴിഞ്ഞ ബാഴ്സലോണയുടെ മത്സരത്തിലൊന്നും ഇങ്ങനെ ആയിരുന്നില്ല, കാരണം 1:30 അവരുടെ കിക്ക് ഓഫ്. ഇതിപ്പോൾ നേരത്തെയാണ് മത്സരം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കിയാണ്. കളി തുടങ്ങിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് ഹാഫ് ആരംഭിച്ചു കഴിഞ്ഞാൽ താരങ്ങൾക്ക് ചെറിയ രൂപത്തിൽ അവരുടെ റമദാൻ ഫാസ്റ്റിങ് ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം കൊടുക്കും. അതിനുശേഷം പിന്നെ ഹാഫ് ടൈമിൽ അവർക്ക് കുറച്ചുകൂടി അധികം എനർജി ബൂസ്റ്റ് ചെയ്യാനും മറ്റുമൊക്കെ ആയിട്ടുള്ള ഫുഡ് കൊടുക്കും എന്നാണിപ്പോൾ മാർക്ക റിപ്പോർട്ട് ചെയ്യുന്നത്. വിശദമായിട്ട് ഗ്ലോബോ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലെ കാര്യങ്ങൾ കൂടി നമ്മൾ നോക്കിയാണ് ഏതൊക്കെ താരങ്ങളാണ് ആരൊക്കെയാണെന്ന് അവർ പറയുന്നുണ്ട്. ഈ മത്സരം ആരംഭിച്ച് 10 മിനിറ്റ് കഴിയുമ്പോഴാണ് അവിടുത്തെ സൺസെറ്റ് ഉണ്ടാവുക, ഈ ഒരു നോമ്പ് തുറക്കേണ്ട സമയം ഉണ്ടാവുക. അപ്പോൾ ആ സമയത്ത് താരങ്ങൾക്ക് വേണ്ടി കളിക്കളത്തിൽ വെച്ച് തന്നെ എനർജി ഡ്രിങ്കും സം ടൈപ്പ് ഓഫ് ഫുഡും സപ്ലൈ ചെയ്യാനാണ് ബാഴ്സലോണയും ബെൻഫിക്കയും ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ലാമിൻ യമാൽ, അൻസു ഫാറ്റി രണ്ടുപേരും ബാഴ്സയിൽ നിന്നുള്ള താരങ്ങളാണ്, ഇസ്ലാം മതം ഫോളോ ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡിൻ്റെ കളിക്കാരനായിട്ടുള്ള ബെൻഫിക്കയുടെ താരം അംദൂനി, മുഹമ്മദ് സക്കി അംദൂനി, അതുപോലെ അവരുടെ തന്നെ ബെൻഫിക്കയുടെ തന്നെ തുർക്കിക്കാരായിട്ടുള്ള കളിക്കാരുണ്ട്, ഓർക്കുൻ കോക്ചു, അതുപോലെ കരീം അക്തുർ കോഗ്ലു. ഈ താരങ്ങൾക്കൊക്കെയാണ് ഈ ഒരു നോമ്പ് തുറയുടെ ആവശ്യമുള്ളത്. ആ താരങ്ങൾക്കാണ് ഈ സമയത്ത് അവർക്ക് ഈ ഒരു ഫുഡ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. മാർക്കയെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം, 2 തവണയായിട്ട് ഫുഡ് കൊടുക്കും. ഒന്ന് സം ഫുഡ് ആ ഒരു മാച്ചിൻ്റെ സമയത്ത് കൊടുക്കും. അത് കഴിഞ്ഞ് ഡ്യൂറിങ് ദി ബ്രേക്ക്, അതായത് ഹാഫ് ടൈമിൻ്റെ സമയത്ത് അനദർ മീൽ കൊടുക്കും. അതിൽ എനർജി ബൂസ്റ്റ് ചെയ്യാനും മറ്റുമൊക്കെ ആയിട്ടുള്ള ഫുഡ് ഉണ്ടാവും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഏതായാലും ഇന്ന് യമാലിൻ്റെ നോമ്പ് തുറ ബാഴ്സയുടെ മൈതാനത്ത് വെച്ചാണ്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.